നമ്മുടെ ഗീതുവിന് ആകെ ഹാലളവാണ്. ഗീതു മുറിയിലേക്ക് വരികയാണ്. കാണുന്ന തുണികളെല്ലാം വാരി എറിയുകയാണ്. നമ്മുടെ ഗോവിന്ദ് വരുമ്പോഴത്തേക്ക് ഗോവിന്ദിൻ്റെ മുഖത്തൊക്കെ അലമാരിയിലിരിക്കുന്ന തുണികൾ ഓരോന്നായിട്ട് വാരി മുഖത്തേക്കൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ പറയുകയാണ്, ഗീതു എന്താ ഗീതു ഈ കാണിക്കുന്നത്, ഒന്ന് നിർത്ത ഗീതു എന്നിങ്ങനെ പറയാണ്. ഗീതു പറയണം, അതെവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, സത്യം പറ മനുഷ്യ, എവിടെയാ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അതെനിക്കിപ്പോൾ കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ആകെ ഒരു എന്താ പറയുന്നത്, ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും ഗീതു ഇങ്ങനെ ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത്? ഗീതു എന്തിനു വേണ്ടിയിട്ടായിരിക്കും തുണികളൊക്കെ പറക്കി വാരി എറിഞ്ഞത്, ഗോവിന്ദിൻ്റെ മുഖത്തൊക്കെ എറിഞ്ഞത്? അത് മാത്രമല്ല, ഗീതു എന്ത് സാധനമായിരിക്കും തിരഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാൻ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇതേക്കുറിച്ചൊക്കെ പറയാൻ റെഡി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മഴയെ പറ്റിയാണ് പറയാനുള്ളത്. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. രാവിലെ മുതൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് കഷ്ടപ്പെടുകയാണ്. പല തവണ റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി വീഡിയോ എടുക്കും, പകുതിയാവും, കട്ട് ചെയ്യും. കാരണം മഴയുടെ ശബ്ദം ഒരു രക്ഷയില്ല. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ, മഴയുടെ ശബ്ദം കയറി വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഷിബുവിനെ സിഗരറ്റ് മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു. ഈ എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗോവിന്ദ് ഷിബുവിനെ കാണാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആകെ വെപ്രാളം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഗോവിന്ദ് അവിടെ ചെന്ന് നോക്കുന്നു, ഇവിടെ ചെന്ന് നോക്കുന്നു, അങ്ങോട്ട് ചെന്ന് നോക്കുന്നു, ഇങ്ങോട്ട് ചെന്ന് നോക്കുന്നു, എവിടെ നോക്കിയിട്ട് നമ്മുടെ ഷിബുവിനെ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ഗോവിന്ദിന് ടെൻഷൻ കയറിയിട്ട് ആകെ വെപ്രാളാവാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഈ ഷിബു ഇത് എവിടെ പോയി കിടക്കുകയാണ്, ഇനി സിഗരറ്റ് ഇവനാണോ ഉണ്ടാക്കുന്നത്, ഇനി ഇവ ഉണ്ടാക്കിക്കൊണ്ടാണോ വരുന്നത്, ഇത്രയും നേരം അതിലൊരു മര്യാദയില്ലേ പോയിട്ട്. ഇവിടെ ബാക്കിയുള്ളവരാണെങ്കിൽ ടെൻഷൻ അടിച്ച് ആകെ പ്രാന്ത് പിടിക്കുന്നു, തലയൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നാണ് തോന്നുന്നത് ടെൻഷൻ കാരണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഷിബുവിനെ നോക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഷിബുവിനെ നോക്കുമ്പോൾ എങ്ങും കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ചേട്ടൻ ഇങ്ങനെ എന്താ പറയുന്നത്, തേങ്ങ വെട്ടുന്ന ഒരു ചേട്ടനാണെങ്കിൽ അതിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ്, ഒരു ഏണി ഇങ്ങനെ തോളിൽ വെച്ചിട്ട് കയ്യിലൊരു നാളികേരവും വെട്ടുകത്തിയൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അദ്ദേഹത്തിനോട് പറയണേ, ചേട്ടൻ്റെ കയ്യിലൊരു സിഗരറ്റ് തരാനുണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ആ പുള്ളിക്കാരൻ പറയുകയാണ്, തരാം സഖാവേ തരാം. പക്ഷേ അന്നത്തെ കാലത്തായിരുന്നെങ്കിലുണ്ടല്ലോ, ഈ ബൂർഷകൾക്കൊന്നും ഞങ്ങൾ സിഗരറ്റോ ബീഡിയോ ഒരു സാധനവും കൊടുക്കില്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ, ഈ ബൂർഷയൊക്കെ പോയില്ലേ, ഇപ്പോഴാണെങ്കിൽ എല്ലാം സമത്വമായില്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇടുപ്പിൽ തിരുമി വെച്ചിരുന്നതെന്ന് ഒരു ബീഡി എടുത്ത് കൊടുക്കുകയാണ് ഗോവിന്ദിൻ്റെ കയ്യിൽ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വെച്ചിട്ട് പറയാണ്, കത്തിച്ച് തരാൻ പറയുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, കത്തിക്കുന്നതൊക്കെ അവരോര് കത്തിച്ചാൽ മതി, ഇനി ഞാൻ കത്തിച്ച് തന്നാലുണ്ടല്ലോ ചിലപ്പോൾ താടി പോവും എന്ന് പറയുകയാണ്. എന്നിട്ട് തീപ്പെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് കത്തിച്ചിട്ട് തീപ്പെട്ടി തിരികെ കൊടുക്കുകയാണ്. അപ്പോൾ ആ പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ നിന്നിട്ട് വലിച്ച് കയറ്റുകയാണ് പുള്ളിക്കാരൻ. വായൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ടൊക്കെ അങ്ങ് വലിച്ചു വിടുകയാണ്. കാരണം പുള്ളി സിഗരറ്റ് വലിച്ചിട്ടുള്ള ആളല്ലല്ലോ, അതായത് ഗോവിന്ദ്, അറയ്ക്കൽ ഗോവിന്ദ് മാധവ് സിഗരറ്റ് വലിക്കുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരന് സിഗരറ്റ് വലിക്കാൻ അറിയില്ല. അതുകൊണ്ട് വലിച്ചുള്ളിലോട്ടൊക്കെ കയറ്റി വിടുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് കിടന്ന് ചുമയ്ക്കുകയാണ്. ചുമ ഒരു രക്ഷയില്ല, ചുമ. അതിനുശേഷം പുള്ളി അകത്തേക്ക് കയറുകയാണ്. പുറത്ത് നിൽക്കുകയായിരുന്നു റോഡിൽ, അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറിയിട്ട് ഇങ്ങനെ മതിലിങ്ങനെ ചാരി നിന്നിങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അയ്യപ്പൻ നമ്മുടെ ഗീതുവിനെ കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഉടനെ ഗീതുവിൻ്റെ ഹാലളവാണ്. ദുഷ്ടാ, അപ്പോൾ ഈ ശീലവും ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഗീതു പാഞ്ഞങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഗോവിന്ദിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞ ആ സമയമുണ്ടല്ലോ, അന്ന് തൊട്ടേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ വേറെ ഏതോ വലിച്ച് കയറ്റുന്നുണ്ടെന്ന്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, കഞ്ചാവല്ലേ നിങ്ങൾ വലിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കും, കഞ്ചാവാ? ആര് കഞ്ചാവ് വലിച്ച്? നിങ്ങൾ വലിക്കുന്നത് കഞ്ചാവാണ്.
എൻ്റെ പൊന്ന് ഗീതു, ഇത് കഞ്ചാവല്ല, ഇത് നോക്ക്, ഇത് വെറും ബീഡി, വെറും സാധാരണ ബീഡിയാ ഗീതു. നിങ്ങൾ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. കഞ്ചാവ് പൊതിഞ്ഞ ബീഡി കണ്ടാൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് കഞ്ചാവ് ബീഡി തന്നെയാണ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് ഉടനെ അയ്യപ്പൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട്, അയ്യപ്പേട്ട താങ്ക്സ്, അയ്യപ്പേട്ട താങ്ക്സ്. അപ്പോൾ ഉടനെ അയ്യപ്പൻ ചോദിക്കണേ, എന്ത് മോളെ എന്നിങ്ങനെ ചോദിക്കണം ഗീതുവിനോട്. അപ്പോൾ ഗീതു പറയണം, അയ്യപ്പേട്ടൻ ഈ മനുഷ്യൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കാണിക്കാനല്ലേ അയ്യപ്പേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, അതിനാണ് അയ്യപ്പേട്ട താങ്ക്സ് പറഞ്ഞതെന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് അയ്യപ്പേട്ടാ എന്നിങ്ങനെ നോക്കുകയാണ്, ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ ഇങ്ങനെ പറയണം അയ്യപ്പൻ ഗോവിന്ദിൻ്റെ കൂടെ. അപ്പോൾ ഗീതു പറയണം, അയ്യപ്പേട്ടൻ എന്നോട് ഇത്രയേറെ സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടല്ലേ അയ്യപ്പേട്ടൻ, അത് അങ്ങനെ അയ്യപ്പനാണ് ആക്കുന്നത് കേട്ടോ, അതുകൊണ്ടല്ലേ അയ്യപ്പേട്ടൻ എന്നെ ഇപ്പോൾ ഈ കാഴ്ച കാണാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ദുഷ്ട മനുഷ്യ ദ്രോഹി, നിങ്ങൾ കഞ്ചാവ് വലിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പുള്ളിക്കാരൻ്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ കൈയൊക്കെ തട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ ഗീതു നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, എൻ്റെ പൊന്ന് ഗീതു നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് ആ ബീഡി എടുത്തിട്ട് ഗീതുവിന് നേർക്ക് വെച്ചിട്ട് നീ ഇതൊന്ന് വലിച്ചു നോക്ക്, നീ തന്നെ ഇതൊന്ന് വലിക്കുക, ഇത് സാധാ ബീഡിയാണ് ഗീതു, നിങ്ങളുടെ ബീഡി എന്ന് പറഞ്ഞിട്ട് ഗീതു വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട്, നിങ്ങൾ ബീഡി വലിച്ചു അല്ലേ, നിങ്ങൾ കഞ്ചാവ് ബീഡി വലിച്ചു അല്ലേ, AGM-ലെ ചെയർമാൻ കഞ്ചാവ് ബീഡി വലിപ്പ് തുടങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഉടനെ നിലത്തേക്ക് ഗീതു വലിച്ചെറിഞ്ഞ ആ ബീഡി എടുക്കുകയാണ് നമ്മുടെ അയ്യപ്പേട്ടൻ എടുത്തിട്ട് പറയുന്നത്, നിൽക്ക് മോളെ, നിൽക്ക് ഞാനിപ്പോൾ പറയാം ഇതെന്ത് ബീഡിയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയാം, മോൾ സമാധാനമായിട്ട് നിൽക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വരാ ഇങ്ങേരെങ്ങാനും ഈ ബീഡി എടുത്തിട്ട് നോക്കിയിട്ട് കഞ്ചാവെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ ഇവൾ എന്നെ കൊല്ലുമല്ലോ, എൻ്റെ പ്രണയവും പോയി അങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ്. അപ്പോൾ അയ്യപ്പൻ അതിങ്ങനെ എടുത്തിട്ട് വലിക്കുകയാണ്, അയ്യപ്പേട്ടൻ ഇങ്ങനെ വലിച്ചതിന് ശേഷം പറയണം, മോളെ ഗീതു ഇത് മറ്റേതാ എന്ന് പറയുമ്പോൾ ഗീതു വയ്ക്കണം, ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഉടനെ ഗോവിന്ദ് അയ്യപ്പനോട് അയ്യപ്പേട്ടാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ അയ്യപ്പൻ അല്ല മോളെ ഗീതു, ഇത് വെറും സാധാരണ ബീഡിയാ മോളെ, സാധാരണ ബീഡി. അപ്പം ഗീതു പറയുവാണ്, അയ്യപ്പേട്ടൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, അയ്യപ്പേട്ടൻ എന്തായാലും കള്ളം പറയില്ലെന്ന് എനിക്കറിയാം, അയ്യപ്പേട്ടൻ നമ്മളെ എല്ലാവരുടെയും ആളല്ലേ, എനിക്ക് വിശ്വാസമാണ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് ഗോവിന്ദനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഗീതു. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരുവിധം ശാന്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഷിബു പാഞ്ഞുകൊണ്ട് വരുന്നത്. ഷിബു കയ്യിലിങ്ങനെ സിഗരറ്റ് പാക്കറ്റോട് കൂടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ഗോവിന്ദിൻ്റെ അടുത്ത് വന്നിട്ട് അതൊരെണ്ണം വലിച്ച് കീറിയിട്ട് ഒരെണ്ണം എടുക്കണം, ഒരു സിഗരറ്റ് എടുത്തിട്ടാണ്, ഇതാ സാറ് പറഞ്ഞ സാധനം ഇതാ കിട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഉടനെ നോക്കുമ്പോൾ ഗീതു ഉടനെ ഡബിളിങ് കണ്ണും വെച്ചിട്ട് ഇങ്ങനെ ഗോവിന്ദിനെ തുറച്ച് നോക്കുകയാണ്. ഗോവിന്ദ് അന്നേരം എന്നാക്കിയാണ്. അന്നേരം ഉടനെ ഷിബു പറയണേ, സാറല്ലേ പറഞ്ഞത് ഇത് പെട്ടെന്ന് കൊണ്ടുവരാൻ, ഞാൻ ഒരിത്തിരി ലേറ്റായിപ്പോയി സാറേ, ഇതാ സാർ വലിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ആര് പറഞ്ഞു? ഞാനാ? അതെ സാറല്ലേ പറഞ്ഞത് സിഗരറ്റ് വാങ്ങിച്ചിട്ട് വരാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞതുകൂടിയില്ല. എൻ്റെ പൊന്ന് സാറേ, സാറല്ലേ എന്നെ പറഞ്ഞു വിട്ടത്. ഷിബു വെറുതെ ആവശ്യമില്ലാതെ പറയരുത് കേട്ടോ, ഞാൻ അറിഞ്ഞതേ അല്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പം ഷിബു പറയണം, എൻ്റെ പൊന്ന് സാറേ, സാറല്ലേ പറഞ്ഞത് ഈ സിഗരറ്റ് ഏതോ ഓയിലിൽ മുക്കി വലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കിക്കാവുമെന്ന് സാറല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ നമ്മുടെ ഗീതു ഡബിളിങ്ങ കണ്ണിങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഗോവിന്ദിൻ്റെ അടുത്ത് നിന്നിട്ട് ഷർട്ടിൽ തൂക്കി അങ്ങ് എടുക്കുകയാണ്. നമ്മുടെ ഷിബു അയ്യപ്പേട്ടനെ നിൽക്കുന്നതെന്ന് മൈൻഡ് ചെയ്യുന്നില്ല. ഷർട്ടിൽ തൂക്കി ഇങ്ങനെ പിടിച്ചെടുത്തിട്ട്, ദുഷ്ടാ നിങ്ങളപ്പോൾ അതും തുടങ്ങിയല്ലേ, നിങ്ങളെന്നെ വഞ്ചിക്കായിരുന്നില്ലേ ഇത്രയും നാൾ, കൊല്ലും ഞാൻ നിങ്ങളെ, ദ്രോഹി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കുലുക്കി ഞെവിടിയൊക്കെ എടുക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ഷർട്ടൊക്കെ പിടിച്ച് വലിച്ച് കീറിയിട്ടില്ല, വലിച്ച് തൂക്കിയൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ആകെ അയാളെ എടുത്തിട്ട് അവിടെ ഇട്ട് കൊടയാണ്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എൻ്റെ പൊന്ന് ഗീതു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഷിബു വയ്ക്കുന്നത്, സാർ ഇത് ഞാൻ എന്ത് ചെയ്യട്ടെ? എടാ നീ കൊണ്ടുപോയി എൻ്റെ മൂട്ടിൽ വാരിയിട്ട് കത്തിക്കടാ അതെല്ലാം കൂടി എന്നിങ്ങനെ പറയുകയാണ്. എന്നുവെച്ചാൽ ഷിബു ചോദിക്കുകയാണ്, സാർ ഇതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, എടാ നീ അതെല്ലാം കൂടി കൊണ്ടുവന്ന് എൻ്റെ മൂട്ടിൽ വാരിയിട്ട് കത്തിക്കടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതു നേരെ കയറി പിണങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പേട്ടൻ പറയണേ, എങ്കിലും കുഞ്ഞേ ഇതൊക്കെ ഉപയോഗം എന്ന് തുടങ്ങി, ഞാൻ ഒരിക്കലും കുഞ്ഞ് ഈ ശീലം തുടരുമെന്ന് വിചാരിച്ചതേ അല്ല. അപ്പോൾ കുഞ്ഞിന് ഉണ്ടല്ലേ എല്ലാ ശീലങ്ങളും. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണേ, അയ്യപ്പേട്ടാ എല്ലാം തൊലച്ചിട്ട് വന്ന് നിൽക്കുന്നു,
എന്ന് പറയാണ്. ദേ മനുഷ്യ, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്കിപ്പം നല്ലത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ. അയ്യപ്പൻ നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഷിബു പറയണം, അത് സാറേ ഞാൻ, എടാ പോടാ ഷിബു, എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ, നിന്നെ ഇനി എൻ്റെ കണ്ണിന് നേരെ കണ്ടുപോവില്ലേ. ഓ സാറേ, എന്നാൽ ഞാൻ പോയി കാറ് കഴുകുക, നീ എന്ത് തേങ്ങാക്കൊലേ ചെയ്യ്, എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഷിബു നേരെ പോയിട്ട് ഇങ്ങനെ കാറ് കഴുകാനായിട്ട് വണ്ടിയുടെ ബാക്ക് ഭാഗത്താണ് ഇങ്ങനെ ഷിബു പോയി ഇങ്ങനെ കപ്പിൽ വെള്ളം എടുത്തിട്ട് വണ്ടി കഴുകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് നേരെ വന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ തലയിൽ കൈയും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യുമെന്നറിയാതെ. അപ്പോഴത്തേക്കാണ് ബാക്കിൽ നിന്നിട്ട് ഷിബു വെള്ളം കോരി കാറിലൊഴിക്കുകയാണ്. അത് വന്ന് നമ്മുടെ ഗോവിന്ദിൻ്റെ മുതുകത്താണ് വെള്ളം വന്ന് വീഴുന്നത്. ഉടനെ ഗോവിന്ദ്, അയ്യോ ഇവൻ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ, ഇടം വച്ചിട്ട് പോടാ എന്ന് പറയണം. അയ്യോ എൻ്റെ പൊന്നു സാറേ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണം. അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എല്ലാം കുളമായല്ലോ, പ്രേമിട്ട് പറയാനും പറ്റിയില്ല, അവളെ ശത്രുത മേടിച്ച് വെക്കുകയും ചെയ്ത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നൈസിനിങ്ങനെ നിൽക്കുന്ന സമയത്തിന് അയ്യപ്പൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത് പിന്നീടാണ്. അയ്യപ്പൻ നൈസിനിങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയണം, കുഞ്ഞേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, എടോ താൻ ഇനി എൻ്റെ അടുത്ത് വന്നേക്കരുത്, താൻ ഇതെല്ലാം കുളമാക്കിയില്ലേ, തനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ. എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ അറിഞ്ഞോ കുഞ്ഞിപ്പോൾ കഞ്ചാവ് വലിയൊക്കെ തുടങ്ങിയെന്ന്. ദേ അയ്യപ്പേട്ടാ ഉണ്ടല്ലോ, അയ്യോ നിർത്തി, ഞാൻ ഇനി പറയുന്നില്ല. എൻ്റെ പൊന്നു കുഞ്ഞ് വിചാരിക്കുന്ന കണക്കൊന്നും അല്ല, ഇതൊക്കെ തുറന്നു പറയാൻ ഇത്തിരി പാടുള്ള കേസ് കിട്ടാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ചോദിക്കുകയാണ്, ആഹാ നിങ്ങൾ എന്നെ ഇത്രയും ദിവസം എന്തൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്, എന്നിട്ട് നിങ്ങൾ പോയി എല്ലാം പറഞ്ഞ് സെറ്റാക്കാമെന്നും പറഞ്ഞിരുന്നിട്ട് അവളെ വഴക്കുണ്ടാക്കാനല്ലേ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണേ, എൻ്റെ പൊന്നു കുഞ്ഞേ, വേണമെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് ഒരു കാമുകനാണെന്ന് വെച്ചോ, കുഞ്ഞിൻ്റെ കാമുകിയോട് പ്രേമം തുറന്നു പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഹംസമായിട്ട് നിൽക്കുന്ന ആളുണ്ടല്ലോ, വലിയ പാടാ കുഞ്ഞെ ചെന്നിട്ട് പറയാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഹംസത്തിൻ്റെ വിഷമം ഉണ്ടല്ലോ, അത് മറ്റാർക്കും മനസ്സിലാവില്ല കുഞ്ഞെ. എനിക്കത് വലുതായിട്ട് എനിക്കിപ്പോൾ മനസ്സിലായി, അത് വലിയ പാടുള്ള സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടേ നമുക്കിനി വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, താൻ ഇനി ഒരു മാർഗവും നോക്കണ്ട, എന്തായാലും എനിക്ക് ഇത്രയും ചീത്തപ്പേര് താൻ കേൾപ്പിച്ചു തന്നല്ലോ, സമാധാനമായി എന്നിങ്ങനെ പറയണം. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ ഗോവിന്ദ് വിചാരിക്കണം, മുറിയിൽ പോവാം, അവൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിണക്കത്തിലായിരിക്കുമോ, ചിലപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഗോവിന്ദ് മെല്ലെ മുറിക്കകത്തേക്ക് ചെല്ലാനായിട്ട് കതവ് തുറക്കുകയാണ്. കതവ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഗോവിന്ദിൻ്റെ മുഖത്ത് ഒരു ഗീതുവിൻ്റെ ടോപ്പാണെന്ന് തോന്നുന്നു, ചുരിദാറിൻ്റെ ടോപ്പാണെന്ന് തോന്നുന്നു, ഒരു ഡ്രസ്സ് ഇങ്ങനെ വന്ന് വീഴുകയാണ്. അപ്പം തന്നെ ഗോവിന്ദ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ മുറിയിൽ നിറച്ച് തറയിൽ മുഴുവനും, ബെഡിലും തറയിലും അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സുകൾ തന്നെ, അലമാരിയിൽ ഇരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഗീതു വാരി വലിച്ച് എറിയാണ്. അത് പലതും ഗോവിന്ദിൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണ്. അങ്ങനെ പുള്ളി അകത്തേക്ക് കയറി ചെന്നിട്ട്, എന്താ ഗീതു, എന്താ നീ നോക്കുന്നത്, എന്താ ഈ കാണിക്കുന്നത്, എന്തായത് നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗീതു പറഞ്ഞു, എന്നെ പ്രാന്ത് പിടിപ്പിച്ചത് നിങ്ങളല്ലേ മനുഷ്യ എന്നിങ്ങനെ ചോദിക്കണം. ഗോവിന്ദ് ചോദിക്കണം, ഞാനിങ്ങനെ പ്രാന്ത് പിടിപ്പിച്ചു നിന്നെ, നിങ്ങൾ ആ സാധനം എവിടെ, എനിക്കിപ്പോൾ അറിയണം, എവിടെയാ നിങ്ങളത് ഒളിപ്പിച്ച് വെച്ചത്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ചോദിക്കണം, എന്ത് സാധനം, ഞാൻ എന്തൊളിപ്പിച്ച് വെച്ചു എന്നാ ഗീതു നീ പറയുന്നത്, എന്നെ കൊണ്ടത് പറയിക്കണോ, നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്താണ് ഒളിപ്പിച്ച് വെച്ചതെന്ന്. ഉടനെ ഗോവിന്ദ് പറഞ്ഞു, എൻ്റെ പൊന്ന് ഗീതു നീ പറ, ഞാനൊന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഉടനെ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ നോക്കിയിട്ട്, ഹാഷിഷ് ഓയിൽ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചത്. ഹാഷിഷ് ഓയിലാ? അതെ, നിങ്ങൾ ഹാഷിഷ് ഓയിൽ സിഗരറ്റിൽ മുക്കിയല്ലേ നിങ്ങൾ വലിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എൻ്റെ പൊന്നു ഗീതു, ഞാൻ ഇതിനു മുമ്പ് സിഗരറ്റ് പോലും ഉപയോഗിക്കുന്ന ആളല്ല, പിന്നെ ആ ഹാഷിഷ് ഓയിൽ നിങ്ങൾ പിന്നെ ഷിബുവിനോട് പറഞ്ഞതോ ഹാഷിഷ് ഓയിൽ സിഗരറ്റിൽ മുക്കി വെച്ചാണ് നിങ്ങൾ വലിക്കുന്നതെന്ന്. എൻ്റെ പൊന്ന് ഗീതു, ഹാഷിഷ് ഓയിൽ അല്ല, ആർട്സ് ഓയിൽ എന്നിങ്ങനെ പറയണം. കോടാലിത്തൈലോ? അതെ ഗീതു, കോടാലിത്തൈലം. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ഗീതു, അതുകൊണ്ട് കോടാലിത്തൈലം ഒരു സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ അതിൽ മുക്കിയിട്ട് വലിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഷിബുവിനെ പറഞ്ഞു വിട്ടത്. അതിനാ നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്, അതിൻ്റെ പേരിലാണ് നീ എന്നെ കഞ്ചാവ് വലിക്കാരനാക്കിയത് ഗീതു. ഈ കഞ്ചാവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആണോ കണ്ണേട്ടാ? അതെ. അയ്യോ സോറി കണ്ണേട്ടാ, എനിക്കറിയാതെ പറ്റിപ്പോയതാ കണ്ണേട്ടാ, സോറി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദന് പറയണം സമാധാനമായി. അപ്പോൾ ഉടനെ ഗീതു പറയണം, അല്ല കണ്ണേട്ടൻ എന്തിനാ ഇത്ര ടെൻഷൻ?
അത് ഗീതു എൻ്റെ ടെൻഷൻ കാരണം ഞാൻ സഹിയായിട്ട് ഞാൻ വലിച്ചു പോയതാണ് ഗീതു. എൻ്റെ കണ്ണേട്ട, എന്താ കണ്ണേട്ടൻ ഇത്ര ടെൻഷൻ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കണം. വളരെ കൂളായി പുള്ളിക്കാരത്തി. അപ്പോൾ ഉടനെ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഓഹ് എൻ്റെ പ്രണയം ഞാൻ എങ്ങനെ തുറന്ന് പറയും? ഇപ്പം ഇവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞാലും ഇനി അഥവാ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇവളെന്നെ വലിച്ചു കീറി ഒട്ടിക്കുമല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, അത് അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീത് പറയണം, അത് എനിക്ക് മനസ്സിലായി കണ്ണേട്ടാ, കണ്ണേട്ടൻ്റെ സങ്കടം, കണ്ണേട്ടൻ്റെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, എന്താ? ഉടനെ ഗീതു അടുത്ത് വരികയാണ്. ഇങ്ങനെ ഷോൾഡറിലൊക്കെ പിടിച്ചിട്ട് ഗീതു അടുത്ത് വന്നിട്ടുണ്ട്. കണ്ണേട്ടൻ്റെ ടെൻഷൻ വേറൊന്നുമല്ല, നാളെ പ്രിയമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ രഞ്ജുവിനെ കൂടി കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും തർക്കിക്കില്ലേ, ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടാവില്ലേ, അപ്പോൾ അതെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതല്ലേ കണ്ണേട്ടൻ്റെ ടെൻഷൻ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗോവിന്ദന് കണ്ടുപിടിച്ച് കളഞ്ഞു നീ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, കണ്ണേട്ടം വിഷമിക്കേണ്ട, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ രാധികാമ്മയോ പ്രിയമോളോ ആരും ഒരു പ്രശ്നം ഉണ്ടാവില്ല. രഞ്ജു ഇവിടെ വന്നെന്നും പറഞ്ഞ് കണ്ണേട്ടന് ഒരു മനപ്രയാസം ഉണ്ടാവില്ല കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദന് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ് ഇനി. അപ്പോൾ ഉടനെ ഗീതു വയ്ക്കണം, അല്ലാതെ കണ്ണേട്ടന് എന്തെങ്കിലും മനപ്രയാസമുണ്ടോ? ഏയ് ഇല്ല ഗീതു, ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, ഇനി കണ്ണേട്ടനുണ്ടല്ലോ ഇതൊന്നും വലിക്കരുത് പറഞ്ഞേ, ഇനി എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കണ്ണേട്ടൻ എന്നോട് പറഞ്ഞാൽ മതി, സിഗരറ്റ് ഒന്നും വലിക്കരുത്, ഒരു സിഗരറ്റും വലിക്കരുത്. സിഗരറ്റ് വലിച്ചാലൊന്നും അങ്ങനെ ടെൻഷനൊന്നും മാറില്ല. ഇനി അഥവാ കണ്ണേട്ടൻ അങ്ങനെ വല്ലതും ചെയ്താലുണ്ടല്ലോ, കണ്ണേട്ടൻ എന്നിങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഗോവിന്ദ് പറയണേ, എൻ്റെ പൊന്നു ഗീതു, ഞാനിപ്പം മദ്യപാനം വരെ നിർത്തി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ മദ്യപിക്കുന്നത് പോലും ഞാൻ 1-2 പെഗ് മാത്രമല്ല കഴിക്കൂ. അപ്പോൾ ഉടനെ ഗീതു ഇങ്ങനെ തുറച്ച് നോക്കണം. അപ്പോൾ ഗീതു പറയണം, അല്ല. അപ്പോഴാണ് ഗോവിന്ദ് പറഞ്ഞത്, അല്ല 1-2 അല്ല 3-4 ചിലപ്പോൾ 5 അതിൽ കൂടുതലൊന്നും ഞാൻ കുടിക്കാറില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, ഇനി ഞാൻ വലിക്കത്തുമില്ല ഗീതു, നീ ഇനി ഇതിൻ്റെ പേരിൽ സംസാരിക്കണ്ട. അപ്പോൾ ഉടനെ ഗീതു പറയണം, അല്ല കണ്ണേട്ടം വേണമെങ്കിൽ വലിച്ചോ, ഇനി ഹാഷിഷോ കഞ്ചാവോ എന്ത് വേണേലും വലിച്ചോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ കുറച്ച് വിധവയാകേണ്ടി വരുന്നല്ലേ ഉള്ളൂ, അതിന് വേണമെന്നാൽ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നു. വിധവയാകേണ്ടി വന്നാലുണ്ടല്ലോ അത് ഞാനങ്ങ് സഹിച്ചോളാം, അതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങ് ചെയ്തോളാം, പുള്ളിക്കാരനെ തട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയണ് എന്ന് പറയണ്. അപ്പോൾ ഗീതയാണ് എന്നും പറഞ്ഞൊന്നും നിൽക്കേണ്ട, കണ്ണേട്ടൻ നേരെ നിന്നാൽ കണ്ണേട്ടനും കൊള്ളാം. അപ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് പോവുകയാണ്. ഗീതവും ഗോവിന്ദുമായിട്ട് അങ്ങനെ ചറുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ബാൽക്കണിയിൽ ചെന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവളെന്താ ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്? ഏത് പറഞ്ഞാലും ഇവളുമായിട്ട് വഴക്കിലാണല്ലോ കലാശിക്കുന്നത്, മനസ്സിലുള്ള ഇഷ്ടം പറയാനും പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് അയ്യപ്പൻ വരികയാണ്. അയ്യപ്പൻ വന്നിട്ട് കുഞ്ഞേ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ താൻ എന്നെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുവാണോടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറഞ്ഞു, ഇല്ല കുഞ്ഞേ ഇല്ല, അതായത് മുകളിലല്ലേ നിൽക്കുന്നത് പുള്ളി, താഴേക്ക് നോക്കിക്കൊണ്ടല്ലേ നിൽക്കുന്നത്. അപ്പോഴാണ് പിന്നാലെ വന്നിട്ട് കുഞ്ഞേന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ ചെന്നത്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, താൻ എന്നെ താഴെ തള്ളിയിട്ട് കൊല്ലോടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറയുകയാണ്, ഇല്ല കുഞ്ഞേ ഇല്ല, കുഞ്ഞേ ഒരു കാര്യമുണ്ട്, താൻ ഇനി ഒരു കാര്യവും പറയണ്ട, തനിക്കെല്ലാം കുളമാക്കി കൈ തന്നപ്പോൾ സമാധാനമായല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഗോവിന്ദ് അയ്യപ്പനോട് പറയണം, എൻ്റെ അയ്യപ്പേട്ട അവൾക്ക് എന്നോട് സ്നേഹമുള്ളൊരു കുന്തവുമില്ല, എൻ്റെ പൊന്നു കുഞ്ഞെ മനസ്സ് തുറക്കാൻ പറ്റിയ സമയമല്ലായിരുന്നോ, കുഞ്ഞിന് പറഞ്ഞുകൂടായിരുന്നോ? ഒരു കാര്യവും കുഞ്ഞ് പറയില്ല, എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും, അതാ കുഞ്ഞിൻ്റെ കുഴപ്പം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, പിന്നെ അവളാണെങ്കിൽ ആകെ കലിച്ചിരിക്കുന്ന സമയമാണ് ഈ സമയത്ത്, ഞാനങ്ങനെ ചെന്ന് അവളോട് ഇതങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ അവളെന്നെ ചിലപ്പോൾ തല്ലിക്കൊല്ലു എന്നെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറയണേ, ഇല്ല കുഞ്ഞെ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഗീതുമോക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ കുഞ്ഞിനോട് ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ ഗീതുമോക്ക് ഭയങ്കര കരുതലാണ്. ഇപ്പം തന്നെ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചപ്പോൾ ഗീതുമോൾ എന്തിനാ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോകും എന്നുള്ള പേടിയുണ്ടല്ലേ, അത്രയേറെ കരുതലുണ്ട് കുഞ്ഞിനോട്. അവൾക്ക് കരുതലും ഇല്ല, ഒരു കുന്തവും ഇല്ല. അവൾ പറഞ്ഞെന്തിനാണെന്നറിയാമോ? അവൾ വിധവയാകേണ്ടി വന്നാൽ അതങ്ങ് ആവുമെന്ന്, എന്നെ തട്ടുമെന്ന് വരെ അവൾ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്.
അപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ പറയാണ്, ഒന്നും കൊണ്ട് പേടിക്കേണ്ട കുഞ്ഞെ, ഗീതു മോക്ക് കുഞ്ഞിനെ ജീവനാണ്, ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നൊക്കെ അയ്യപ്പേട്ടൻ പറയുകയാണ്. അതിനുശേഷം അയ്യപ്പൻ പറയാണ്, കുഞ്ഞിൻ്റെ മനസ്സിലിരിക്കുന്ന പ്രണയം കുഞ്ഞ് തുറന്നു പറയണം, തുറന്നു പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല, ദേ ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ എന്ന് പറയണം. അപ്പോൾ ഉടനെ ഗോവിന്ദ് ചോദിക്കണം, ഹോ താങ്കളെ അങ്ങ് ഭയങ്കര പ്രണയത്തിനെ പറ്റിയൊക്കെ അങ്ങ് റിസർച്ച് ചെയ്തിട്ട് വന്നിരിക്കുകയില്ലേ, നിങ്ങൾക്ക് എന്തറിയാം മനുഷ്യ, നിങ്ങൾക്ക് പ്രേമത്തിൻ്റെ ABCD അറിയാമോ? അല്ല. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണം, എനിക്കും ഇപ്പോൾ കുറേയൊക്കെ അറിയാം. പിന്നെ നിങ്ങൾക്ക് കുന്തം അറിയാം, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ എന്നെ പണ്ടേ പെണ്ണ് കെട്ടിയാനേ എന്നിങ്ങനെ പറയണം. അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് പറയണം, അല്ല നിങ്ങൾക്കിപ്പം നല്ല മാറ്റമൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇപ്പം വന്നതിന് ശേഷം ഉണ്ടല്ലോ താടിയും വെട്ടി മുടിയും വെട്ടി ഇതേ കുറേ വയറും താങ്ങി പിടിച്ച് നിങ്ങൾ വന്നതേ, നിങ്ങൾ എവിടെയോ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടല്ലേ മനുഷ്യ വന്നത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറയണം, പോ കുഞ്ഞേ പോ, ആയ കാലത്തില്ലായിരുന്നു, പിന്നെ ഈ വയസ്സാം കാലത്ത് കയ്യാല പോലും കയറാൻ പറ്റാത്ത സമയത്ത് എന്നിങ്ങനെ പറയുകയാണ് അയ്യപ്പൻ. അതിനുശേഷം ഉണ്ടല്ലോ ഗോവിന്ദും നമ്മുടെ അയ്യപ്പനും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നീട് അയ്യപ്പൻ സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഗീതുവിനോട് ഇഷ്ടമാണെന്നൊക്കെ പറയുക, അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല, ഗീതുവിന് ഇഷ്ടമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ നിന്ന് നമ്മുടെ വിലാസിനി ഇറങ്ങുകയാണ്. വിലാസിനിയെ കാണുമ്പോഴത്തേക്ക് അയ്യപ്പൻ പറയണേ, എൻ്റെ പൊന്നു കുഞ്ഞേ ഇതേ അടുത്ത കുരുക്ക് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് എന്തായാലും ആ ഭദ്രനില്ല, അത് തന്നെ ആശ്വാസം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി അങ്ങ് കയറി വരികയാണ്. അങ്ങനെ വിലാസിന് അകത്തേക്ക് കയറി വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അതേ സമയത്ത് നമ്മുടെ ഗീതുവും കാഞ്ചനയും രേഖയും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കാഞ്ചന ഗീതുവിനോട് ചോദിക്കുകയാണ്, ഗീതു പാപ്പയും ഗോവിന്ദ് മാമയും ഭയങ്കര ഗലാട്ടയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിലിപ്പോൾ വഴക്കാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, ഗോവിന്ദ് മാമ ഇപ്പോൾ കള്ളുകൂടി മാത്രമല്ല കഞ്ചാവ് ബീഡിയും വലിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു നല്ല വഴക്ക് കൊടുക്കണം. കാഞ്ചനയോട് പറയുകയാണ്, ദേ കാഞ്ചനെ മിണ്ടാതെ പൊയ്ക്കോളണം, എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ രേഖ പറയണം, ഗോവിന്ദേട്ടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോവിന്ദേട്ടൻ അങ്ങനെയുള്ള ഒരു തെറ്റുകളും ചെയ്യില്ല, നേരെ മറിച്ച് വരുണേട്ടനാണെങ്കിൽ ഇതൊക്കെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയറി വരികയാണ്, അകത്തേക്ക് കയറുകയാണ് നമ്മുടെ ഗീതുവിൻ്റെ അമ്മ വിലാസിനി വരികയാണ്. അപ്പോൾ വിലാസിനിയെ കാണുമ്പോഴത്തേക്ക് കാഞ്ചന പറയണേ, ദേ ഗീതു പാപ്പയുടെ അമ്മ വരുന്നു, ചിലപ്പോൾ തലവേദനയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കാശ് തട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വിലാസിനി കയറി വരികയാണ്, കയ്യിലൊരു ബിഗ് ഷോപ്പറൊക്കെ ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തി കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ രേഖ എണീറ്റിട്ട് പറയുകയാണ്, കയറി വാ ആൻറ്റി എന്നിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ വിലാസിനി. അങ്ങനെ വിലാസിനി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇരിക്കമ്മേ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ വിലാസിനി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു നമ്മുടെ വിലാസിനിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താമ്മേ ഈ കവറും സഞ്ചിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? മോളെ, ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു സദ്യ ഉണ്ടാക്കി, അപ്പോൾ എനിക്ക് തോന്നി അതിലൊരു ഓഹരി മോക്കും കൂടി കൊണ്ടു തരണമെന്ന്. ഇത് അവിടെ വെച്ച കറികളും ചോറും പായസമൊക്കെയാണ് മോളെ. അപ്പോൾ ഉടനെ ഗീതു പറഞ്ഞു, ഇതൊക്കെ കൊണ്ടുവന്നെങ്കിൽ അമ്മ എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ കൊണ്ടുവന്നത്, എന്തെങ്കിലും പറഞ്ഞ് എന്നിൽ നിന്ന് എന്തെങ്കിലും ഊറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മയുടെ ഈ വരവ് എന്ന് പറയണം. അപ്പോൾ വിലാസിനി പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നുമോളെ, അങ്ങനെയൊന്നുമല്ല മോളെ, അമ്മ ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയപ്പോൾ മോക്കൂടി കൊണ്ടുവരാൻ തോന്നി, അതുകൊണ്ട് വന്നതാ. അമ്മ എന്നോട് കള്ളമൊന്നും പറയണ്ട, എന്തൊക്കെയോ ഉണ്ട്. ഇന്നലെ രാത്രിയിൽ അമ്മ എന്നെ വീഡിയോ കോളിൽ വന്നിട്ട് അമ്മ എന്നോട് സംസാരിച്ചു, അതുപോരാഞ്ഞിട്ട് ഇന്ന് അവിടെ നിന്ന് ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലേ അമ്മയ്ക്ക് എന്തോ സാധിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിലാസിനി പറയുകയാണ്, മോളെ ഇത് അമ്മ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? അമ്മ ഇപ്പോൾ പോവും, അമ്മ ഇത് കൊണ്ടുവന്നത് ഇത് എൻ്റെ മോക്ക് പണ്ട് കുട്ടിക്കാലത്ത് അമ്മ ചോറൊക്കെ ഉരുട്ടി വാരി തരില്ലായിരുന്നോ, അതുപോലെ മോക്ക് ഇതൊന്ന് വാരി തരാൻ അമ്മയ്ക്കൊരു കൊതി, അതുകൊണ്ട് കൊണ്ടുവന്നതാണെന്ന് പറയണം. അപ്പോൾ ഗീതു ഇങ്ങനെ അന്തം വിട്ട് നോക്കണം, ഇത് എന്തോ ഊറ്റാനുള്ള പരിപാടിയാണ്, അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അമ്മ പറ, അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് പറ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരും. അപ്പോൾ ഉടനെ വിലാസിനി പറയണേ, എനിക്കൊന്നും വേണ്ട മോളെ, അതൊക്കെ വെറുതെ, വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. അമ്മ
അമ്മ ഇത് മോൾക്ക് ഭക്ഷണം കൊണ്ട് വാരിത്തരാനുള്ള കൊതി കൊണ്ട് വന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം നമ്മുടെ കാഞ്ചന പറയുകയാണ്, ആ ഗീതുപ്പാപ്പരമ്മ, ഗീതുപ്പാപ്പയ്ക്ക് ആഹാരം വാരി ഉരുട്ടി തരുമെങ്കിലുണ്ടല്ലോ അതിൽ വിഷം ചേർത്തിട്ടുണ്ടാവും, അതാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. പുള്ളിക്കാരൻ അത്രയ്ക്ക് ദേഷ്യം വരികയാണ്. ഗോവിന്ദ് പറയണം, കാഞ്ചനെ എന്ന് വിളിക്കുകയാണ്. കാഞ്ചന ഞെട്ടിപ്പോയി വിളി കേൾക്കുമ്പോഴേ. എന്നിട്ട് പറയണേ, എന്താടി നീ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അത് വന്ന് മാമ നിർത്തടി, നിന്നോട് ആരാടി പറഞ്ഞത് വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുടെ അപമര്യാദയായിട്ട് പെരുമാറാനായിട്ട്? ഇതിനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്നാടി കിട്ടിയത്? കയറിപ്പൊടി അടുക്കളയിൽ എന്ന് പറയണേ. നിന്നെ ഇനി ഇവിടെ എങ്ങും കണ്ടുപോവല്ലേ, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഭയങ്കരമായിട്ട് തിളക്കിയാണ്. അപ്പം തന്നെ നമ്മുടെ രേഖ പറയാണ്, കയറി അകത്ത് പോ കാഞ്ചനെ എന്ന് പറയണം. അപ്പോൾ ഉടനെ കാഞ്ചന പറയണം, അത് പിന്നെ ഗീതുപ്പാപ്പയുടെ അമ്മയ്ക്ക് ചായയോ കോഫിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രേഖ പറയണം, കയറിപ്പോ കാഞ്ചനെ എന്ന് പറയണം. അങ്ങനെ കാഞ്ചന അകത്തേക്ക് അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ വിലാസിനി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വിലാസിനി പറയണ, മോനെ എനിക്ക് മോനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് മോനോട് തനിച്ച് ചിലത് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അങ്ങനെ വിലാസിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ വിലാസിനിയും ഗോവിന്ദും കൂടെ മുറ്റത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഗീതു നോക്കുകയാണ്, ഇതെന്ത് ഇവർക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേഖ ഗീതുവിനോട് പറയാണ്, ഗീതു ഇതെന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്, ആൻറ്റി പണ്ടത്തെ പോലൊന്നും അല്ല, ആൻറ്റിക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു, ആൻറ്റിയുടെ മുഖം കണ്ടാലറിയാം ആൻറ്റിക്ക് എന്തോ സങ്കടമുണ്ട് ഗീതു എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി ഗോവിന്ദും കൂടെ ആയിട്ട് സംസാരിക്കാനായിട്ട് മുറ്റത്ത് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്തിന് വിലാസിനി ഗോവിന്ദിനോട് പറയുകയാണ്, മോനെ കുറേ കാലമായിട്ട് എനിക്ക് എപ്പോഴും തലവേദനയായിരുന്നു. ഞാൻ തലവേദന എന്ന് എപ്പോഴും പറയുമ്പോൾ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ഒന്നും അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല, അവരതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല. പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തന്നത് മോനാണ്. എനിക്ക് വേണ്ടി ഓരോന്നും ചെയ്തു തന്നത്, അതിനെനിക്ക് മോനോട് ഒരുപാട് നന്ദിയുണ്ട് എന്നിങ്ങനെ തൊഴുതുകൊണ്ട് പറയുകയാണ് വിലാസിനി. അതിനുശേഷം വിലാസിനി പറയുകയാണ്, മോനെ സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനൊക്കും, എൻ്റെ ഈ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് മോനോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണേ, എന്തിന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ അറയ്ക്കൽ കുടുംബത്തോട് ഞാൻ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കൂടി ഞാൻ ഇവിടെയുള്ളവർക്ക് ദ്രോഹം അല്ലാതെ നന്മകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. വിലാസിനി പറയുകയാണ്, എനിക്കിതിൽ നല്ല ദുഃഖമുണ്ട് മോനെ, എന്നിട്ടും ഞാൻ പോലും അറിയാതെ മോൻ എന്നെ സഹായിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയണ, ആൻറ്റി വിഷമിക്കേണ്ട. ഗോവിന്ദ് പറയണ, ആൻറ്റി വിഷമിക്കേണ്ട, ആൻറ്റി ധൈര്യമായിട്ടിരിക്കേ, ആൻറ്റിക്ക് ചെറിയൊരു സർജറി കൊണ്ട് ഭേദമാക്കാവുന്ന കാര്യമേ ഉള്ളൂ, അതിന് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്തേക്കാം എന്നിങ്ങനെ പറയണേ, എല്ലാം ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിലാസിനി പറയണേ, എന്തിനാ മോനെ എന്നോട് കള്ളം പറയുന്നത്, എന്തിനാ? എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. ബ്രെയിൻ ട്യൂമർ വന്ന് അവസാന സ്റ്റേജായ ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന ചരിത്രമുണ്ടോ മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഗീതു വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഗീതു തകർന്നു പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗീതു കരയുകയാണ്. രണ്ട് കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ചാലിട്ട് ഇറങ്ങി വരികയാണ്. ഗീതു നന്നായിട്ട് പൊട്ടി കരയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗീതുവിനെ കാണുന്നില്ല വിലാസിനിയൊക്കെ, ഗീതു വിങ്ങി കരയുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി നമ്മുടെ ഗോവിന്ദിനോട് മനസ്സ് തുറക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗീതുവിനേക്കാളേറെ പൊട്ടിക്കരയുന്നില്ലെങ്കിലും വിങ്ങുന്ന ഒരു മുഖത്തോടു കൂടിയാണ് നമ്മുടെ ഗോവിന്ദ് നിൽക്കുന്നത്, വിങ്ങുന്ന ഒരു മനസ്സോടുകൂടി. പുള്ളിക്കാരൻ പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്, വിലാസിനിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനം ഒരുപാട് വിഷമിച്ചു. സത്യത്തിൽ അവസാനത്തെ ആ ഭാഗങ്ങളൊക്കെ വിലാസിനി വന്നതിന് ശേഷമുള്ള ആ ഒരു സംഭവമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം തോന്നി, ഒരുപാട് വിഷമം തോന്നി എനിക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയ്ക്കാണെങ്കിലും നമ്മളും ഒക്കെ അമ്മമാരാണല്ലോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് നല്ല വിഷമം തോന്നി, നല്ല ഫീലിങ്സ് ഉണ്ടായി. പക്ഷേ ആദ്യം മുഴുവനും ഭയങ്കര രസമായിരുന്നു. വിലാസിനി വരുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സംഭവങ്ങളെല്ലാം അടിപൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ അവസാനം നല്ല സങ്കടവും വന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ്, അതിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ എല്ലാവരും കാണുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക. എനിക്ക് കമൻറ്റ് ഇടുന്ന എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. അവരുടെ പേരുകളൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല. വീഡിയോ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇപ്പം തന്നെ ലെന്ത് കൂടി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതുകൂടിയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ അതിന് പകരം എല്ലാവരോടും നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദി കമൻറ്റ് ചെയ്യുന്നവരടുത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കാം. അതുവരെ എല്ലാവർക്കും ബായ്.